ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെല്ലാവരും ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഫോണിൽ ഒരു പെർമനൻ്റ് ആയിട്ടൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിൻ്റെ കീഴിലായിരിക്കും ബാക്കിയുള്ള ജിമെയിലുകളൊക്കെ ഉണ്ടാവുക, ഗൂഗിൾ അക്കൗണ്ട്. അപ്പോൾ അത് നമ്മളറിയാതെ, അതായത് നമ്മൾ അല്ലാതെ വേറെ ഏതെങ്കിലും ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ടാബിൽ അങ്ങനെ ഏതെങ്കിലും ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ട് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ ലോഗൗട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളത് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഹോം, പേഴ്സണൽ ഇൻഫോ അങ്ങനെ വരുമ്പോൾ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇങ്ങനെ കാണും. അപ്പോൾ നമ്മൾ ഏറ്റവും അടിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും യുവർ ഡിവൈസ് വേറെ സൈൻ ഇൻ. ഇത് വേറെ എവിടെയാണ് നമ്മളെ ഫോണ്, നമ്മുടെ ഡിവൈസ്, അതായത് നമ്മുടെ ജിമെയിൽ സൈൻ ചെയ്തിരിക്കണേ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോഴത്തെ എവിടെയൊക്കെയാണ് നോക്കാം നമുക്ക്. ഇത് കണ്ടോ, സെഷൻ 3 സെഷനാണ് ആൻഡ്രോയിഡ് ഫോണിൽ ലോഗിൻ ആയിട്ടുള്ള ഈ ജിമെയിൽ. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിലും ഗൂഗിൾ ക്രോമിലും ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഈ ജിമെയിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ 3 സെഷൻ ഏതൊക്കെയാണ് നോക്കാം. ഈ 3 സെഷൻ നോക്കുമ്പോൾ മോട്ടോ ജി ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് പ്രശ്നമില്ല. പക്ഷേ അടുത്തത് കാണുന്നത് എവിടെയാണ്, നോക്കിയ 8.1, അതും ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ ഈ അവസാനം കാണുന്ന ആൻഡ്രോയിഡ് തമിഴ്നാട് ഇന്ത്യ ഡിസംബർ 31 ലാസ്റ്റ് യൂസ് ചെയ്തത്. ഒപ്പേറ മിനിയിലാണ് ലോഞ്ച് ചെയ്തത്. 219 ഡേയ്സ് ഇനാക്റ്റീവായിട്ട്. ഇത് ഞാൻ അറിയില്ല കേട്ടോ, ഇത് ഞാനിപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ സംഭവം. ഇത് ഞാൻ ലോഗിൻ ചെയ്തതല്ല. തമിഴ്നാട് ഗൂഗിൾ ക്രോമിൽ പോയിട്ട്, ക്രോമല്ല ഒപ്പേറ മിനി പോയിട്ട് ബ്രൗസ് ആപ്പിന് സർവീസ് സം ആക്സസ് യുവർ അക്കൗണ്ട് ദിസ് ഡിവൈസ് ആപ്സ് ആൻഡ് സർവീസ്. ഇത് തമിഴ്നാട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് ഒഴിവാക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഏതെങ്കിലും നമ്മളറിയാത്ത സൈറ്റുകളിൽ, നമ്മളറിയാത്ത ഏതെങ്കിലും ഫോണിലോ ലാപ്പിലോ എന്തിലെങ്കിലും നമ്മൾ ഇതുപോലെ ലോഗിനായി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പ്രശ്നത്തിലാണ്. കാരണം ആ ഫോണ്, ആ ഡിവൈസ് സംബന്ധമായിട്ട് അവരെന്തെങ്കിലും ചെയ്ത് ഒപ്പിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്കും അതിൽ പങ്കുവരും, നമ്മളും അതിന് ഉത്തരവാദിയാവും. അപ്പോൾ അതെങ്ങനെയാണ് ലോഗൗട്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ലോഗൗട്ട് ആക്കി കാണിച്ചു തരാം. ഈ ആൻഡ്രോയിഡ് തമിഴ്നാടിൽ നിന്ന് സംഭവിച്ചത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈൻ ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിങ് അത് പോയി. അത് ഇനി അവർക്ക് സൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ നടക്കില്ല. അത് നമ്മൾ സൈൻ ഔട്ട് ആക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണത് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ സൈൻ ഔട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെക്യൂരിറ്റി ആക്ടിവിറ്റി സസ്പെൻഷൻ ചേഞ്ച് റിവ്യൂ event നോ താങ്ക്സ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൽ സേഫായി, ഇല്ലെങ്കിൽ നമുക്ക് പണികൾ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഇത് അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.